നമ്മുടെ ഉപബോധ മനസ്സിന്റെ അഭേദ്യമായ പ്രവർത്തന ശക്തി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സമ്പത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന വിഷയമാണ് ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആകർഷണ നിയമം ഉപയോഗിച്ചുകൊണ്ട് സമ്പത്തിനെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഈ പ്ലേലിസ്റ്റിലെ മുമ്പുള്ള വീഡിയോകളുടെ തുടർ വിവരണം മാത്രമാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് ഈ പ്ലേലിസ്റ്റിലെ മറ്റു വീഡിയോകൾ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോകൾ കൂടെ ഇതിനുശേഷം കാണണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഉപബോധ മനസ്സിന്റെ പ്രവർത്തന ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമ്പത്തിനെ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന പണത്തേക്കാൾ കൂടുതൽ പണം എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത്? അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. നമ്മൾ പറഞ്ഞു, നമ്മുടെ ചിന്ത എന്താണോ ആ ചിന്ത ബോധമനസ്സിന്റെ പ്രവർത്തനവും അതുപോലെ ആ ചിന്തക്കനുസൃതമായ എന്ത് റിസൾട്ടാണോ നമുക്ക് ലഭിക്കുന്നത് അത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രതിപ്രവർത്തനവുമാണ്. സമ്പത്ത് വളരെയധികം നേടണമെന്ന് ആഗ്രഹമുള്ളയാളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ആ ജോലിയിൽ നിന്നും നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പ്രതിബന്ധങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടും. നിങ്ങൾ ചെയ്തു തീർക്കണമെന്ന് കരുതുന്ന പല കാര്യങ്ങളെയും വേണ്ട സമയത്ത് ചെയ്തു തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അതല്ലെങ്കിൽ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്തരത്തിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മുടെ ബോധമനസ്സിലെ ചിന്തയ്ക്കനുസൃതമായി നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രതിപ്രവർത്തനം പടിപടിയായി നമ്മിലേക്ക് ആ ജോലിയിൽ നിന്നും നമ്മളെ ഒഴിവാക്കുന്നതിലേക്ക് എത്തിക്കുന്നതാണ്. ആ ജോലി മാറി പുതിയൊരു ജോലിയിലേക്ക് എങ്ങനെയെങ്കിലും കയറിക്കൂടണമെന്നുള്ള ആഗ്രഹവും മനസ്സിലേക്ക് വരും. ഈ കാര്യം വളർന്നു വളർന്ന് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നമ്മുടെ മേലുദ്യോഗസ്ഥൻ നമ്മോട് വന്ന് പറയും, നിങ്ങൾ ഇനി ഈ കമ്പനിയിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. വാസ്തവത്തിൽ അയാളാണോ നിങ്ങളെ പിരിച്ചുവിട്ടത്? തീർച്ചയായും അല്ല. നിങ്ങളുടെ ബോധമനസ്സിന്റെ ചിന്തയാണ് നിങ്ങളെ പിരിച്ചുവിടുന്നതിനുള്ള കാരണം. ആ ചിന്ത ഉപബോധ മനസ്സ് ഏറ്റെടുത്തതുകൊണ്ട് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളിലെല്ലാം തന്നെ ആ ചിന്തയെ പ്രതിഫലിച്ച് കാണാൻ നിങ്ങൾക്കായി. അതുകൊണ്ട് അവസാനം സംഭവിച്ചത് എന്താണ്? ആ ജോലിയിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെടുന്നു. ഇനി പുറത്താക്കപ്പെട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ധാരാളം പണം നേടാനുള്ള പ്രൊമോഷനും മറ്റും നിങ്ങൾക്ക് ലഭിക്കാനും പോകുന്നില്ല. കാരണം നിങ്ങൾ ആ ജോലിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ ജോലിയിലുള്ള പല പ്രതിബന്ധങ്ങളെയും നിങ്ങൾ വ്യാകുലപ്പെട്ട് ചിന്തിക്കുന്നത് കൊണ്ട് ആ ജോലിയെ നിപുണമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. അത്തരം ജോലികളിലുള്ള വളർച്ചയെ ഇത്തരം കാര്യങ്ങൾ ബാധിക്കും. ഇനി നേരെ മറിച്ച് നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്യുന്നത്, നിങ്ങൾ ഇനി ജോലി മാറണമെന്നല്ല ആ പറയുന്നതിന്റെ അർത്ഥം. മറിച്ച് നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ആ ജോലിയെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായി എത്ര ശ്രമിച്ചിട്ടും ആ ജോലിയെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റൊരു ജോലി നോക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാം. സമ്പത്തിന്റെ മാർഗത്തിലെ തടസ്സങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, ചിലരൊക്കെ വളരെയധികം പണം സമ്പാദിക്കുന്ന ആളുകളെ പറ്റി പറയാറുള്ള ചില വിമർശനങ്ങളുണ്ട്. അവൻ ഏതെങ്കിലും തരത്തിലുള്ള കബളിപ്പിക്കലോ മറ്റോ തൊഴിലാക്കിയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ചീത്ത നിഷിദ്ധമായിട്ടുള്ള രീതിയിലൂടെയാണ് അവൻ പണം സമ്പാദിക്കുന്നത് എന്നൊക്കെ. വാസ്തവത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ സമ്പത്തിന്റെ സമൃദ്ധിയെ കാണാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വളരെയധികം ധനം സമ്പാദിച്ചിട്ടുള്ള ആളുകളെ ഇയാൾ ഇഷ്ടപ്പെടുന്നില്ല. അത് വിരൽ ചൂണ്ടുന്നത് അങ്ങനെ വളരെയധികം ധനം ഇയാളുടെ ജീവിതത്തിലേക്കും വന്നെത്തിക്കഴിഞ്ഞാൽ ഇയാൾ തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നല്ലേ? അയാൾ നടത്തുന്ന പ്രാർത്ഥനകൾ എന്തൊക്കെയായിരിക്കും? തനിക്ക് അതിയായ സമ്പത്ത് വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ തന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉപയോഗിക്കും, ദൈവമേ, എനിക്ക് വളരെയധികം സമ്പത്ത് ആഗ്രഹമുണ്ട്, എനിക്ക് സമ്പൽ സമൃദ്ധിയെ നീ എന്നിലേക്ക് കൊണ്ടുവന്ന് തരണമേ എന്നൊക്കെ. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റൊരു സാഹചര്യത്തിൽ അന്നേ ദിവസം തന്നെ ഒരുപക്ഷെ അയാൾ ഇങ്ങനെയും പറഞ്ഞേക്കാം, അവൻ സമ്പത്ത് നേടിയത് വളരെ താഴ്ന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ സമ്പന്നരായ ആളുകളുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ അവർ ചെയ്തു പോരുന്നുണ്ട് എന്നൊക്കെ. ഈ പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രാർത്ഥനയാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കാതെ പോകുന്നു. സമ്പത്തിനെ താൻ വെറുക്കുന്നുണ്ട് എന്ന പ്രാർത്ഥനയാണത്. നിങ്ങൾ ഇഷ്ടപ്പെടുകയും എന്നാൽ തള്ളിപ്പറയുകയും ചെയ്യുന്ന ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എനിക്ക് നിങ്ങളോട് വെറുപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം എന്റെ കൂടെ സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു.
ഒരുപക്ഷെ എന്നോട് വളരെയധികം സ്നേഹമുള്ള ആളാണ് നിങ്ങളെങ്കിൽ ആ വെറുപ്പിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചേക്കാം. അതിനുവേണ്ടി എന്റെ കൂടെ നിങ്ങൾ സമയം ചിലവഴിക്കാൻ കരുതിയേക്കാം. പക്ഷേ ധനം നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളും ധനത്തെ സ്നേഹിക്കേണ്ടതുണ്ട്. സമ്പത്തിനെ തള്ളിപ്പറയുന്ന പ്രസ്താവനകളും ചിന്തകളും മനസ്സിൽ നിന്നും നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും നമ്മൾ ദൂരീകരിക്കുന്നത് അപ്പോഴാണ് സമ്പത്തിനെ നേടിയെടുക്കാനുള്ള ആദ്യത്തെ പടി നമ്മൾ കടക്കുന്നത്. പിന്നീട് നമ്മൾ പ്രാർത്ഥനാ രൂപത്തിലും അല്ലെങ്കിൽ അഫർമേഷനുകളായും ദൃശ്യവൽക്കരണമായും ഒക്കെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് സമ്പത്തിന് വേണ്ടിയുള്ള ആശയത്തെ നിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ആ സമ്പത്തിനെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നു തരുന്നതിനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു തരും. ഇനി നമ്മൾ നേരത്തെ പ്രസ്താവിച്ച വിഷയത്തിലേക്ക് മടങ്ങിച്ചെല്ലാം. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പണത്തേക്കാൾ കൂടുതൽ പണം ലഭിക്കാത്തത് എന്ന വിഷയം സംസാരിച്ചുവല്ലോ. നമ്മൾ പണത്തെ ഇഷ്ടപ്പെടുകയും എന്നാൽ ആ പണം നമുക്ക് വന്നു ചേരുന്ന വഴിയെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന്റെ ഉദാഹരണമായി നമ്മൾ നേരത്തെ നമ്മുടെ ജോലിയെ ഇഷ്ടപ്പെടാത്ത വിഷയം സംസാരിച്ചു. ഇനി ജോലി എടുക്കാത്ത അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാത്ത സ്വന്തമായി എന്തെങ്കിലും സംരംഭം നടത്തുന്ന ആളാണെന്ന് കരുതുക. അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഭൂമി കച്ചവടത്തിലോ നിക്ഷേപമുള്ള ആളാണ് എന്ന് കരുതുക. നിങ്ങൾ നടത്തുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് സമ്പത്തിനെ കൂടുതലായി നേടാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ആ ബിസിനസ്സിനെ വെറുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടായിരുന്നു, എനിക്ക് മറ്റെന്തെങ്കിലും ബിസിനസ്സിലേക്ക് നോക്കിയാൽ മതിയായിരുന്നു, ഈ ബിസിനസ്സിൽ നിന്നും എനിക്കൊന്നും ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനകത്ത് കലുഷിതമാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അതല്ലെങ്കിൽ ഒരു ഭൂമി കച്ചവടത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരാൾ, ഞാൻ വാങ്ങിയ ഈ സ്ഥലത്തിനു പകരം മറ്റൊരു സ്ഥലം വാങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എപ്പോഴോ എനിക്ക് കച്ചവടം നടന്നു കിട്ടിയേനെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വെറുപ്പിന്റെ അല്ലെങ്കിൽ നിഷേധകമായിട്ടുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് സ്വരുക്കൂട്ടുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടത്തിന്റെ വഴിയിലേക്കാണ് അത് വാതിൽ തുറക്കുന്നത്. മറിച്ച് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഇത്തരം ചിന്തകൾ വരുന്ന സമയത്ത്, അതിന് ജോലിയിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ബിസിനസ്സിലായിക്കൊള്ളട്ടെ സ്റ്റോക്ക് മാർക്കറ്റിലോ മറ്റെന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് ഉപബോധ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് യഥാർത്ഥ രീതിയിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. സമ്പത്തിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറയാൻ ശ്രമിക്കുക, ബോധമനസ്സിൽ തന്നെ, അനന്തമായ ബുദ്ധിശക്തി എന്റെ എല്ലാ സമ്പത്തിന്റെ ഇടപാടുകളെയും നിയന്ത്രിക്കുന്നു, അതിനെ കാത്തു രക്ഷിക്കുന്നു, എന്തൊക്കെയായാലും ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുക തന്നെ ചെയ്യും. ഇത് നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധകളെ മൊത്തം ഒഴിവാക്കാൻ ശ്രമിക്കുക. പകരം നിങ്ങളുടെ സ്വന്തത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പറയുക, എന്തൊക്കെ വന്നാലും എനിക്ക് അഭിവൃദ്ധി തീർച്ചയായും വന്നു ചേരും. സമ്പത്തിന്റെ എല്ലാ ഇടപാടുകളും എന്റെ ഉപബോധ മനസ്സ് എനിക്ക് വളരെ ബുദ്ധിപരമായാണ് ചെയ്തു തരുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള വാക്കുകളെ നിങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടമുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുകയാണെന്നോ മറ്റോ ഉള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് റിവേഴ്സ് എഫക്റ്റിനെ കൊണ്ടുവന്ന് തരാനുള്ള സാധ്യതയുണ്ട്. ദ ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ് പ്രകാരം നമ്മൾ ഒരു അഫർമേഷന് നൽകുകയും എന്നാൽ നമ്മുടെ മനസ്സിനകത്ത് ആ അഫർമേഷനെതിരായിട്ടുള്ള വിശ്വാസമാണ് നിലനിൽക്കുകയും ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് അഫർമേഷനെയാണോ നൽകിയത് അതിനു പകരം വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണ്. നിങ്ങൾ വളരെ ഉത്തമമായ വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും ഈ പറഞ്ഞ കാര്യങ്ങളെ ഇടയ്ക്കിടെ ആവർത്തിക്കുകയാണെങ്കിൽ ബുദ്ധിപരമായ പല തീരുമാനങ്ങളും നിങ്ങൾക്ക് സ്വയം എടുക്കാൻ സാധിക്കും. നിങ്ങളൊരു വസ്തു കച്ചവടക്കാരനാണെങ്കിൽ ഒരുപക്ഷെ നഷ്ടം വരുന്നതിന് കുറച്ചു മുമ്പ് തന്നെ ഈ സ്ഥലം ഇപ്പോൾ വിറ്റ് പോകുന്നത് നന്നായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ 30 ലക്ഷത്തിന് വിറ്റ് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തെ ഒരുപക്ഷെ 27-28 ലക്ഷത്തിന് വിൽക്കേണ്ടി വന്നേക്കാം. അത് പക്ഷേ ഒരു കുറച്ച് മാസങ്ങൾ കൂടെ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് 30-ന് പകരം 22-21 എന്ന രീതിയിലുള്ള മാർക്കറ്റ് വിലയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞ തീരുമാനമാണ്. തീർച്ചയായും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ നഷ്ടങ്ങളൊന്നുമില്ലാതെ ബുദ്ധിപരമായി സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നു എന്ന ആശയം ഒരു വിത്തായി പാകിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഒരു ദുഷിച്ച മാർഗത്തിലൂടെ സമ്പത്തിനെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ
നമ്മുടെ ജീവിതത്തിൽ നിന്നും തീർച്ചയായും സമാധാനം, പൊരുത്തം, വിശ്വാസം, നന്മ, സത്യസന്ധത, ആത്മവിശ്വാസം തുടങ്ങിയ ഗുണങ്ങളെല്ലാം അകന്നു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും ഉപബോധ മനസ്സ് യൂണിവേഴ്സൽ മൈൻഡ് എന്ന പേരിൽ ഒരു ഒറ്റ മനസ്സായി കണക്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. സ്നേഹവും സമാധാനവും അനുകമ്പയും ആത്മവിശ്വാസവും സത്യസന്ധതയും എല്ലാം നമ്മുടെ ഈ യൂണിവേഴ്സൽ മൈൻഡിന്റെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ദുഷിച്ച മാർഗത്തിലൂടെ നേടിയെടുക്കുന്ന പണം യൂണിവേഴ്സൽ മൈൻഡിന്റെ നെഗറ്റീവ് സൈഡിലേക്കാണ് വിരൽ ചൂണ്ടുക. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് സൈഡിലുള്ള സത്യസന്ധതയും ആത്മവിശ്വാസവും അല്ലെങ്കിൽ സമാധാനവും സ്നേഹവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൂരേക്ക് പോകുന്നതായി ഒരുപക്ഷെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ചിന്തകളുടെയും നമ്മുടെ പ്രവർത്തനങ്ങളുടെയും പ്രതിപ്രവർത്തനമാണ് അവിടെ സംഭവിക്കുന്നത്. യൂണിവേഴ്സൽ മൈൻഡിന്റെ നെഗറ്റീവ് സൈഡ് പ്രകാരം നഷ്ടം, സ്വഭാവനഷ്ടം, അന്തസ്സ്, സാമൂഹിക പ്രതിഷ്ഠയിലുള്ള നഷ്ടം അല്ലെങ്കിൽ മനസമാധാനക്കുറവ് തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ഇതേ ഉപബോധ മനസ്സിന്റെ പ്രവർത്തന ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സമ്പത്ത് നേടിയെടുക്കാൻ തീർച്ചയായും സാധിക്കുമെന്ന് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഇത്തരം അപകടങ്ങളിലേക്ക് ചെന്നെത്തേണ്ടി വരുന്നത്. നമ്മുടെ ജീവിതത്തെ താറുമാറാക്കാൻ നമ്മൾ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആരും തന്നെ ദുഷിച്ച മാർഗത്തിലൂടെ സമ്പത്തിനെ നേടിയെടുക്കാനോ ദുഷിച്ച മാർഗങ്ങളിലൂടെ സമ്പത്തിനെ ചിലവഴിക്കാനോ ശ്രമിക്കരുത് എന്നാണ് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കാര്യത്തെ അതിന്റെ യഥാർത്ഥ തീവ്രതയോടെ നാളത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നു. അതോടുകൂടെ നമ്മുടെ പ്ലേലിസ്റ്റ് അവസാനിക്കുകയാണ്. നാളത്തെ വീഡിയോയിൽ എന്തുകൊണ്ട് നമ്മൾ ദുഷിച്ച മാർഗത്തിലൂടെ പണം നേടിയെടുക്കുകയോ ചിലവഴിക്കുകയോ ചെയ്യരുത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ വിശദീകരണങ്ങൾ. തീർച്ചയായും ആ കാര്യം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കാണാൻ ആരും തന്നെ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക്